മീഡിയ, ടീച്ചേഴ്സ്, പേരൻസ്, ഇവരെല്ലാം നമ്മളെ എന്താ പഠിപ്പിക്കുന്നത്? റിച്ച് ആൻഡ് പുവർ, ഈ കാശുള്ളവരും ഇല്ലാത്തവരെയും തമ്മിലുള്ള പെർസെപ്ഷൻ. നമ്മുടെ അമ്മമാരെ കുറിച്ചൊന്ന് ചിന്തിച്ച്, എൻ്റെ അമ്മ അതായിരിക്കും. എന്നോട് പറയും, മോനെ എടാ നീ ഒന്നും കഴിക്കടാ, നീ എടാ ഇത്രയൊന്നും ബുദ്ധിമുട്ടല്ലേ. അമ്മയും മായയൊക്കെ പറയും ഇത്രയൊന്നും ബുദ്ധിമുട്ടല്ലേ. ഏത് എന്താ പറയുന്നത്? ഇത്രയൊക്കെ മതി, നീ നിൻ്റെ കാര്യങ്ങൾ നോക്ക്. എനിക്ക് അമ്മയോട് സ്നേഹം ഇല്ലാഞ്ഞിട്ടല്ല. ഞാൻ എന്തു പറയും? മച്ചി എല്ലാം ശരിയാ, ഇനി എന്നോട് അങ്ങനെ പറയരുത്. നമ്മുടെ അമ്മമാർക്ക് ആർക്കും ഇഷ്ടമല്ല നമ്മൾ കഷ്ടപ്പെടുന്നത്, മക്കൾ കഷ്ടപ്പെടുന്നത്. അതുകൊണ്ട് എന്തു പറയും? അവർ നമ്മളുടെ ഇല്ലായ്മയെ ന്യായീകരിച്ച് കൂടെ നിൽക്കും. അങ്ങനെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഭാര്യയും കൂടെ വന്നു കഴിഞ്ഞാൽ നീ ജീവിതകാലം മുഴുവൻ ദരിദ്രനായി തന്നെ ഇരിക്കും. കാരണം ഇവരെന്ത് ചെയ്യില്ല, നിന്നെ ബുദ്ധിമുട്ടിക്കാൻ അവർ നിൽക്കില്ല. അവർക്ക് സ്നേഹമുള്ളത് കൊണ്ടാണ്, അത്രയ്ക്ക് നിന്നെ ഇഷ്ടപ്പെടുന്നത് കൊണ്ടാണ് അവർ കയ്യെ കിടക്കുന്ന വള ഊരി തരുന്നേ. അത് മേടിച്ചുകൊണ്ട് പോയി പണയം വെക്കുന്നതിലല്ല അന്തസ്സ്. ഞാൻ മേടിച്ചുകൊണ്ട് പോയി പണയം വെച്ചെല്ലാം തീർത്തവനാ, അതിലല്ല അന്തസ്സ്. അവരോട് എന്ത് പറയണം? അവർക്കറിയില്ല എങ്ങനെ കാശുണ്ടാക്കണമെന്ന്. നിങ്ങളുടെ ടീച്ചേഴ്സിന് അറിയില്ല, നിങ്ങളുടെ പേരൻസിന് അറിയില്ല, നിങ്ങളുടെ ഫ്രണ്ട്സിന് അറിയില്ല. അപ്പോൾ അവരോടല്ല ചോദിക്കേണ്ടത് എങ്ങനെ കാശുണ്ടാക്കണമെന്ന്. അതിന് പഠിക്കണം, അതിന് സ്കില്ല് ഡെവലപ്പ് ചെയ്യണം. ഞാൻ ഒരു കാര്യം പറയാം. ഒരു 3 കൊല്ലം മുന്നേ വരെ എനിക്കൊരു ഹേറ്റേഴ്സും ഇല്ലായിരുന്നു. കാരണം എന്താ? എന്നെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമായിരുന്നു. ഒരാൾക്ക് പോലും എന്നോട് വെറുപ്പില്ലായിരുന്നു. കഴിഞ്ഞ ഒരു 2-2.5 കൊല്ലമായിട്ടാണ് ഇത്രയും കലിപ്പ് വരുന്നത്. എന്താണ്? സക്സസ് ആകും തോറും, കാശുണ്ടാക്കും തോറും നിങ്ങൾക്ക് ഹേറ്റേഴ്സ് കൂടിക്കൊണ്ടേയിരിക്കും. ഹേറ്റേഴ്സിൻ്റെ എണ്ണം കൂട്ടുക എന്നുള്ളതായിരിക്കണം നമ്മുടെ ലക്ഷ്യം. അഹങ്കാരിയായിട്ട് മാറണം, പറയിപ്പിക്കണം ഇവൻ അഹങ്കാരിയായി എന്ന്. മറ്റുള്ളവർ നീ അഹങ്കാരിയാണെന്ന് പറയുന്നുവോ അന്ന് നീ രക്ഷപ്പെടാൻ തുടങ്ങും. പറയിപ്പിക്കണം. ദ മോർ സക്സസ് യു ബിക്കം, ദ മോർ ഹേറ്റേഴ്സ് യു ഗെറ്റ്. കാരണം ആളുകൾക്ക് ഇഷ്ടമല്ല നീ സക്സസ് ആവുന്നത്, നീ കാശുണ്ടാക്കുന്നത്. എൻ്റെ കൂടെ ഞാൻ പട്ടിണി കിടന്ന സമയത്ത് കുറേ സുഹൃത്തുക്കളുണ്ടായിരുന്നു. അവരെ ആരെയും ഇപ്പം കാണുന്നില്ല. കാരണം എന്താ? അവർക്ക് എന്നോട് വെറുപ്പാണ്. എൻ്റെ കയ്യിൽ പണമുണ്ട്, ആൻഡ് ദേ ഹെയ്റ്റ് ദാറ്റ്. ഈ ഫ്രസ്ട്രേഷൻ ഇവന്മാർ ഈ സോഷ്യൽ മീഡിയ തീർക്കുന്നത് എന്തിൻ്റെ പേരിലാണ്? അവൻ ഉണ്ടാക്കാൻ അറിയാത്തതിനെടാ എൻ്റെ കുഴപ്പമാണോടാ. ആരും കാണാത്ത ഒരു മുറിക്കകത്ത് കയറിയിരുന്നോട്ട് നീ ആരെയാ വെല്ലുവിളിക്കുന്നത്? നീ വന്ന് പഠിക്ക് ഹൗ ടു മേക്ക് മണി, എന്നിട്ട് നീ സംസാരിക്കും.